എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്റ്റീസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന തായ്ലൻഡ് ചിക്കൻ അഥവാ ബക്കറ്റ് ചിക്കൻ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ എണ്ണപ്പാട്ട കൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്ക് തായ്ലൻഡ് ചിക്കൻ അല്ല ബക്കറ്റ് ചിക്കന് വേണ്ടത് 2 കിലോ ഉള്ള കോഴിയാണ്. ഇത് ഞാൻ സ്കിന്നോട് കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മല്ലിപ്പൊടി 1 സ്പൂൺ വേണം. ഇത് കാന്താരി മുളക്, ഒരു 5 കാന്താരി മുളകും ഒരു 2 കതിര് കുരുമുളകും കൂടെ, പച്ചക്കുരുമുളകാണ്, അതും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്, അതൊരു 2 സ്പൂൺ. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഈ മല്ലിയിലയും പുതിനയിലയും കൂടെ അടിച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ, നാരങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. നമ്മൾ ഇതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മളിത് പിന്നെ ചിക്കൻ വരയുന്നതെന്ന് പറഞ്ഞാൽ ഈ മസാലയൊക്കെ ഇതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ആദ്യം മുളക് പൊടി ഇതിനകത്തേക്ക് ഇടാം. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാന്താരി മുളക്, പിന്നെ കുരുമുളക് എന്നിവ ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് ഉപ്പ് കൂടുതലിട്ടോ കുഴപ്പമില്ല. ഇത് നമ്മൾ ഗ്രില്ല് എന്ത് ചെയ്താലും. പിന്നെ മല്ലി പുതിനയില, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേറെ എണ്ണയൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല. മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചാലും കുഴപ്പമില്ല. വിനാഗിരിക്ക് വരെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞാണ് ഇപ്രാവശ്യം. നമുക്കിതിനകത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതിനകത്തേക്കൊക്കെ പിടിക്കത്തക്ക രീതിയിൽ. മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റിനൊന്ന് വെക്കണം. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം വേണം നമുക്ക് ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കാൻ. നമുക്കിത് ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഭവം നോക്കാം. ചിക്കൻ ഈ കമ്പിനകത്തോട്ട് ഇറക്കാം. ഇതൊന്ന് ഈ 2 ചിറകുകളും ചേർത്ത് നമുക്കൊരു കമ്പ് കുത്തി കൊടുക്കാം. അല്ല, ഇതെല്ലാം കൂടെ വെന്ത് കഴിയുമ്പോൾ ഊരിത്തായിട്ട് വരും. അതുപോലെ തന്നെ കാലും കമ്പ് കുത്തി കൊടുക്കാം.
ഒരു കമ്പി വെച്ച് ഈ കഴുത്തും ഈ കമ്പും കൂടെ കെട്ടി കൊടുക്കണം. ഒരു കമ്പി ഉപയോഗിച്ച് ഈ രണ്ട് കാലുകളും ഈ കമ്പിനകത്തോട്ട് ഇവിടെ വെച്ച് കെട്ടണം. ഈ താഴത്തെ കാലും കൂടെ ആ കമ്പിനകത്തൂടെ വെച്ച് കെട്ടണം, അല്ലെങ്കിൽ ഇത് ഇറന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ പാട്ട ഉപയോഗിച്ചിട്ടാണ് ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിലും ചൂട്ട് വെച്ചിട്ട് പതുക്കെ, ഒരുപാട് തീയായി പോകരുത്, പതുക്കെ കത്തിച്ചു കൊടുക്കണം. പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നന്നായിട്ട് വന്നവരുമുണ്ട്, ഇത് കരിഞ്ഞു പോയവരുമുണ്ട്. ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നോക്കാം. ഇതിൻ്റെ പുറത്തൊരു കല്ല് വയ്ക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ഇഷ്ടി എടുത്ത് വെച്ച് കൊടുക്കാം, അല്ല ഇത് മറിഞ്ഞു പോയാലോ. അതിനുശേഷം നമുക്ക് ഇത് തീ കൂട്ടാനുള്ള പരിപാടി നടത്താം. നമുക്കിത് കത്തിച്ചു കൊടുക്കാം. ഇങ്ങനൊരു 15 മിനിറ്റ് ഇങ്ങനെ കത്തിക്കണം. ഒരുപാട് തീയായി പോകരുത്, അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂട്ടും കരിയിലേക്ക് മതി, അതാണ് നല്ലത്. പിള്ളേരെല്ലാം തീ കത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കും മോളെ. തട്ടിയിട്ട് വിടും. അങ്ങനെ കത്തട്ടെ. ഏകദേശം എല്ലാം കത്തിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്നും മാറാതെ ഈ പാട്ടയൊന്ന് പൊക്കുന്ന കാര്യം വലിയ പാടാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ചിട്ട് മാറ്റി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സാധനം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു മയണൈസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ളക്കരു എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 3 മുട്ടയുടെ വെള്ളക്കരുവാണ് എടുത്തേക്കുന്നത്. അത് ഇതിനകത്തിട്ടിട്ട് ശകലം ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ഇടണം. ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ വെള്ളക്കരുവും വെളുത്തുള്ളി അടിച്ചു കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു ഗ്ലാസ്സിന് ഇത്രയും സൺഫ്ലവർ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊഴിക്കുമ്പോൾ തന്നെ നല്ല ക്രീമായിട്ട് വരും. നല്ല മയണൈസ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ശകലം, ഒരു ചെറിയ പുളിക്ക് വേണ്ടി നമുക്ക് ഇച്ചിരി നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ശകലം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്, നല്ല മയണൈസ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഇളക്കാം. 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ തീയൊക്കെ ഒന്ന് നല്ല ചൂടാണ്. ഇതിൻ്റെ അടുത്ത് ഇന്നാൽ തന്നെ ഒന്നാമത് ക്ലൈമറ്റ് നല്ല ചൂടാണ്. എൻ്റെ കൂട്ടത്തിൽ ചൂടാണ്. ഒന്ന് പൊക്കിക്കളയാം. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അവിടെ അതിനകത്ത് ഓയിലെല്ലാം ഒഴുകി പോയിട്ടുണ്ട്.
കേട്ടാ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കെട്ടി കമ്പിയൊക്കെ വെച്ച് കെട്ടിയേക്കുന്നൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഇങ്ങനെ ഈ വള്ളി ഇട്ടെടുക്കാം. ഇങ്ങനെ ഇട്ടെടുത്താൽ പൊക്കിയെടുക്കാം. ആഹാ കേട്ടാ ബക്കറ്റ് ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് നോക്കാം. ഇവിടെ നിറച്ച് ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി. നമുക്ക് അകത്തേക്ക് കയറാം, വെട്ടത്തിലേക്ക് പോകാം. വെളിയിൽ വെച്ച് നമുക്ക് അത്ര വെട്ടത്തിൽ കിട്ടിയില്ല. എങ്കിലും നമ്മുടെ ബക്കറ്റ് ചിക്കൻ നല്ല കിടുക്കനായിട്ട് അൽഫാം പോലെല്ലാം ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബക്കറ്റ് ചിക്കൻ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്തിരിക്കുകയാണ്. നമുക്കിനി കഴിക്കാൻ തുടങ്ങാം. സംഭവം കൊള്ളാം കേട്ടോ. ഇച്ചിരി പുകയും ചൂടും ഒക്കെ സഹിച്ചെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇട്ടിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ദിവസം നല്ലൊരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഞങ്ങളിന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഇത്രയും പേരാണ്. അപ്പോൾ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഓയിലൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഒരു ചെറിയൊരു പുകയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇച്ചിരി ഓൾറെഡി ടേസ്റ്റ് ഇച്ചിരി മയണൈസ് ബുക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കി കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? വാ ഓടി വാ. മയണൈസിൽ നമ്മളുണ്ടാക്കിയാണ് മയണൈസിൻ്റെ വീഡിയോ ഇതിനകത്തുണ്ട്. കഴിച്ചു നോക്കി. സണ്ടിച്ചപ്പോന്നേ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ശരി.